തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വില്ലേജ് ന്യൂസ് ടിവിയുടെ സ്ഥാനാർത്ഥികളെ ആഴത്തിലറിയാം എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ സ്ഥാനാർത്ഥി രുക്മിണി പ്രകാശാണ്. വെളിനല്ലൂർ പഞ്ചായത്തിന്റെ 13-ാം നമ്പർ വാർഡായ ഉഗ്രംകുന്നിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മുഖമാണ് UDF സ്ഥാനാർത്ഥിയായ രുക്മിണി പ്രകാശ്. എന്നും നിലപാടുകളിൽ ഉറച്ച് മനുഷ്യപക്ഷത്ത് നിന്നിട്ടുള്ള രുക്മിണി പ്രകാശിന് 2 തവണ ഈ വാർഡിനെ പ്രതിനിധീകരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഉഗ്രംകുന്നിന്റെ വികസന പാതയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകാൻ രുക്മിണി പ്രകാശിനും മറ്റ് UDF ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാന്യരെ, ഞാൻ രുക്മിണി പ്രകാശ്, വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 13 ഉഗ്രംകുന്ന് നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണ ഉഗ്രംകുന്നിൻ്റെ ജനപ്രതിനിധിയാകാൻ അവസരം തന്ന ബഹുമാന്യരായ ഉഗ്രംകുന്ന് നിവാസികളോട് ഞാൻ ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു ജനപ്രതിനിധിയായിരുന്നപ്പോൾ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അവസരവാദ രാഷ്ട്രീയത്തിൽ നിന്ന് ഒന്നിനും പോകാതെ സ്വന്തം നിലപാടുകൾ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനം ഉള്ള കാര്യം തന്നെയാണ്. ഉഗ്രംകുന്നിലെ UDFൻ്റെ ജനപ്രതിനിധികൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും അഭിമാനകരമായ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഉഗ്രംകുന്ന് ഗവൺമെൻറ് LP സ്കൂൾ ഇന്ന് കാണുന്ന ഏറ്റവും നല്ല രീതിയിലുള്ളൊരു പള്ളിക്കൂടം അല്ലെങ്കിൽ സ്കൂളാക്കി മാറ്റുന്നതിന് ഉഗ്രംകുന്നിൻ്റെ UDFൻ്റെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കൂടാതെ വാർഡിലെ 2 പുതിയ അംഗൻവാടികൾക്ക് വസ്തു സൗജന്യമായി കണ്ടെത്തി കെട്ടിടപ്പണി പൂർത്തീകരിക്കുന്നതിനും ഞാൻ ഭരണസമിതി അംഗമായിരുന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെളിനല്ലൂർ ഗ്രാമീണ വായനശാലയ്ക്ക് ആദ്യമായി ഒരു പുതിയ ഹാൾ പണിതത് UDFൻ്റെ മെമ്പർമാർ ഭരണത്തിൽ ഇരുന്ന സമയത്ത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ മോശമായതിനാൽ ബഹുമാന്യനായ നമ്മുടെ MP ശ്രീ പ്രേമേന്ദ്രൻ സാർ അവരുടെ ഫണ്ടിൽ നിന്നും പുതിയ ഒരു കെട്ടിടം നൽകുന്നതിന് നമുക്ക് തുക അനുവദിച്ച് തരാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ റോഡുകളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ വെളിനല്ലൂരിൽ നിന്നും വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം പനയറക്കുന്ന് വഴി ചുങ്കത്തറയ്ക്ക് പോകുന്ന റോഡ് ആദ്യമായി വയൽ നികത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനും ടാർ ചെയ്യുന്നതിനും UDF മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ കെൽട്രോൺ വടക്കുപുറം മേലാ റോഡ്, കോട്ടാരിയരികം വെളിനല്ലൂർ റോഡ്, മലഞ്ചുഴിക്കടവ് ആലുമൂട് റോഡ്, മലഞ്ചുഴിക്കടവ് ഇരപ്പിൽ റോഡ്, പാലം ജംഗ്ഷൻ വെളിനല്ലൂർ പാലം ജംഗ്ഷൻ ആറ്റുകടവ് റോഡ് തുടങ്ങി നിരവധി റോഡുകൾ ഈ ഇവയിൽ പെടുന്നവയാണ്. സ്നേഹ ജംഗ്ഷൻ, ട്രാൻസ്ഫോമർ ജംഗ്ഷൻ അടയറ ഏലായിലേക്കുള്ള റോഡുകളും കോൺക്രീറ്റ് ചെയ്യുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ അഭിമാനത്തോടു കൂടി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിനും നമ്മുടെ മെമ്പർമാർ ശ്രമിച്ചിട്ടുണ്ട്. അർഹരായ മുഴുവൻ ആൾക്കാർക്കും വിവിധ ഭവന പദ്ധതികൾ ഉൾപ്പെടുത്തി വീടുകൾ നൽകുന്നതിനും പഞ്ചായത്തിൻ്റെ ക്ഷേമ പെൻഷനുകൾ അർഹതപ്പെട്ട മുഴുവൻ ആൾക്കാരുടെ കൈകളിലും എത്തിക്കുന്നതിനും മറ്റ് നിരവധി ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് നേടിക്കൊടുക്കുന്നതിനും ഞങ്ങൾ UDF മെമ്പർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ അഭിമാനം ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഉഗ്രംകുന്നിനെ സംബന്ധിച്ച് കുട്ടികൾക്കുള്ള ഒരു കാര്യം അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം അവർക്കൊരു പ്ലേ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ്. ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഓണറേറിയം സ്വരൂപിച്ച് അവർക്ക് കളിക്കാനൊരു കളിസ്ഥലം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ വളരെ വലിയ ഒരു ആഗ്രഹമാണ്. അപ്പം അത് നടത്തിക്കൊടുക്കാൻ ഞാൻ തയ്യാറാകുകയുമാണ്. കൂടാതെ മറ്റ് നിരവധി വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുന്നതിനും എല്ലാവരുടെ വീടുകളിലെ പ്രശ്നങ്ങളിലും അവരോടൊപ്പം നിന്ന് അവരിലൊരാളായി നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം
എനിക്ക് അവസരം നൽകിയ ഉഗ്രംകുന്ന് ജനതയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും ഈ വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈയടയാളത്തിൽ മത്സരിക്കുന്ന എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ അംഗീകാരം നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർഡിന്റെ അഭിമാനമായ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, വെളിനല്ലൂരിൽ ഇത്തിക്കരയാറ്റിന് കുറുകെ ചെക്ക് ഡാം, ഉഗ്രംകുന്ന് ഗവൺമെന്റ് LPSന് പുതിയ കെട്ടിടം, വായനശാലയ്ക്ക് പുതിയ ഹാൾ നിർമ്മിച്ച് കളർ TV സ്ഥാപിക്കൽ, വായനശാലയ്ക്ക് പുതിയ സൗണ്ട് സിസ്റ്റം, ഉഗ്രംകുന്ന് വാർഡിൽ 2 അംഗൻവാടികൾ അനുവദിപ്പിച്ച് കെട്ടിട നിർമ്മാണം, കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ MB ഫണ്ടിൽ നിന്നും പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ ഫണ്ട് അനുവദിപ്പിക്കൽ, ഉഗ്രംകുന്ന് പനേറക്കുന്ന് റോഡ്, ആലുംമൂട് ഇരപ്പിൽ മെയിൻ റോഡ്, സ്നേഹ ജംഗ്ഷൻ പനേറക്കുന്ന് ഇലഞ്ഞിക്കൽ റോഡ്, വെളിനല്ലൂർ തെക്കേമുക്ക് റോഡ്, വായനശാല ഏഴാംകുറ്റി റോഡ്, മലഞ്ചുഴി കടവ് റോഡ്, കൊച്ചൂട്ടിൽ കടവ് റോഡ്, LPS പാലം ജംഗ്ഷൻ റോഡ്, പൊയ്കയിൽ ഗണപതി ക്ഷേത്രം റോഡ്, EET UPS റോഡ്, കെൽട്രോൺ വടക്കുംപുറം ഏല റോഡ്, ആലുംമൂട് മലഞ്ചുഴി കടവ് റോഡ്, ഉഗ്രംകുന്ന് LPS പാലം ജംഗ്ഷൻ റോഡ്, കരിപ്പിറ്റത്ത് വടക്കേതിൽ റോഡ്, LPS കീഴതിൽ റോഡ്, EET LPS റോഡ്, വിരലൂർ കോണം ചിറ റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണങ്ങളും പുനരുദ്ധാനങ്ങളും ഇവയിൽ പെടുന്നു. ഞാൻ പ്രകാശ് വി നായർ, ഉഗ്രംകുന്ന് വാർഡിലെ മുൻ പഞ്ചായത്ത് മെമ്പറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാണ് വെളിനല്ലൂരിലെ. ഉഗ്രംകുന്ന് വാർഡിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ എന്നും എക്കാലവും ഏതാണ്ട് 10-40 വർഷത്തോളം തുടർച്ചയായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെ തെരഞ്ഞെടുത്ത സമ്മതിദായകർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത്രയും നാൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇവിടുത്തെ ജനപ്രതിനിധിയായി ഇരുന്നിട്ട് എന്ത് ചെയ്തു, ഇപ്പോഴാണ് ഉഗ്രംകുന്ന് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചില പുത്തൻ ആളുകൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അടിവരയിട്ട് ഉഗ്രംകുന്ന് വാർഡിലെ വികസന തുടർച്ചയും ചെയ്ത കാര്യങ്ങളും പറയുവാൻ വളരെയേറെ അഭിമാനവും സന്തോഷവും ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഉഗ്രംകുന്ന് വാർഡിൻ്റെ വികസനത്തിൻ്റെ തുടക്കമായ ഇന്നും അറിയപ്പെടുന്ന ഉഗ്രംകുന്ന് LPS, ആ സ്കൂള് ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുത്ത് ആ സ്കൂള് പുതിയ കെട്ടിടമായി നല്ല ഒരു സ്കൂളായി വളർത്തിയത് സന്തോഷിൻ്റെയും രുക്മിണി പ്രകാശിൻ്റെയും സമയങ്ങളിലായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ അഭിമാനകരമാണ്. കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം തന്നെയാണ് ഈ സ്കൂൾ ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുത്തത്. അതുപോലെ തന്നെയാണ് വായനശാലയ്ക്ക് ഒരു ഹാള് പണിയുന്നത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്താണ്. അത് പഞ്ചായത്തിൽ നിന്നും JRY പദ്ധതി അനുസരിച്ചാണ് പണിഞ്ഞത്. ഇപ്പോഴും ഈ വായനശാലയുടെ വസ്തു പതിച്ച് കിട്ടിയാൽ അതിന് ബഹുമാനായ പ്രേമേന്ദ്രൻ MPയുടെ ഫണ്ടിൽ നിന്നും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുക തരാം എന്ന ഉറപ്പ് MP ഈ വസ്തുത ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളോട് സമ്മതിച്ചതും അത് നമുക്ക് കിട്ടും എന്നുള്ള സന്തോഷ വാർത്തയും കൂടി ഈ അവസരം അറിയിക്കുവാൻ ഞങ്ങൾ വിനിയോഗിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിനും നാടിനും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ഈ പരിസരത്തെ ക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെയുള്ള സംരക്ഷണത്തിനും കൊണ്ടുവന്ന ചെക്ക് ഡാം പദ്ധതി വളരെയേറെ അഭിമാനകരമാണ്. കൊടുക്കുൻ സുരേഷും TN ജേക്കബിൻ്റെയും സഹായത്തിലാണ് ആ പദ്ധതി ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ ഈ പ്രദേശത്ത് നടന്നത്. ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ പണ്ട് വയലായിരുന്നു, തോടിലിറങ്ങി പിള്ളേർ നനഞ്ഞു കൂടുന്നായിരുന്നു വരുന്നത്. ഇപ്പോൾ അത് മാറ്റി വയൽ നികത്തി കൊടുക്കുൻ സുരേഷിൻ്റെയും എഴുകോട് നാരായണൻ്റെയും ഫണ്ടുകൾ കൊണ്ടുവന്ന് അത് ഗതാഗത യോഗ്യമാക്കി ആദ്യമായി ടാർ ചെയ്ത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ കാലത്താണെന്ന് പറയുവാൻ ഏറെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെയാണ് വായനശാലയിൽ നിന്ന് ഏഴാംകുറ്റിയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള പുതിയ വൈദ്യുതി ലൈൻ പിടിച്ചതും ആദ്യമായി ആ റോഡ് ടാർ ചെയ്തതും. കാളവയൽ ഉഗ്രംകുന്ന് റോഡ് എന്ന് പറയുന്നത് MS രാമുള്ള മെമ്പർമാമിന്റെ കാലത്താണ് ആദ്യമായി ആ റോഡ് പോലും നിർമ്മിക്കുന്നത്. പാലം ജംഗ്ഷനിൽ നിന്നും തെക്കേമുക്കിലേക്ക് പോകുന്ന റോഡ് ആദ്യമായി ടാർ ചെയ്ത് ഫ്ലഡിന്റെ പദ്ധതിയിൽ K കരുണാകരന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ പോയി ഫ്ലഡിന്റെ വർക്ക് അനുവദിപ്പിച്ചുകൊണ്ട് വന്ന സമയത്താണ്, ഞാൻ മെമ്പറായിരുന്ന സമയത്താണ് അന്ന് ഈ പദ്ധതി നടന്നത്. വായനശാലയ്ക്ക് കൊണ്ടുവന്ന കള്ള TVയും
ശരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി കിട്ടിയ മൈസെറ്റും നമ്മുടെ വായനശാലയ്ക്ക് കിട്ടിയ UDF ജനപ്രതിനിധികളുടെ മികച്ച സംഭാവനയാണ്. ഏറ്റവും അഭിമാനമായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എഴുവൺ നാരായണൻ MLA, PR സന്തോഷ് എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർക്ക് ഉഗ്രമുതൽ ആയുർവേദ ആശുപത്രിയും KG വിശ്വനാഥൻ എന്ന പഞ്ചായത്ത് മെമ്പർക്ക് KSCBയും കാളയിൽ വാർഡിൽ അനുവദിപ്പിച്ചു കൊണ്ടുവന്നത് UDFന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ അഭിമാനകരമായ നേട്ടമായി കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വായനശാല മണ്ണോയിലി റോഡും കോട്ടാരി വാർക്കൽ റോഡും കെൽട്ടോൺ വാർക്കൽ റോഡും വെളുങ്ങല്ലൂർ മെയിൻ റോഡിൽ നിന്നും അടയറ ഏലയിലേക്ക് പോകുന്നതും വിവിധ ഏലകളിലേക്ക് പോകുന്ന അടയറ ഭാഗത്തുള്ള റോഡുകളും സമർപ്പിച്ചത് ശ്രീ പ്രേമേന്ദ്രൻ MPയുടെ ഫണ്ടിൽ നിന്നും ഞങ്ങളുടെ UDFന്റെ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടുകൾ ഉപയോഗിച്ചാണ്. കുടിവെള്ള പദ്ധതിക്ക് കൊടുങ്ങും സുരേഷ് ബഹുമാനായ പീതാംബരക്കുറുപ്പ് MPയുടെയും ശ്രീ തെന്നല ബാലകൃഷ്ണവരുടെയും പദ്ധതികൾ കൊണ്ടുവന്നാണ് കുടിവെള്ള പദ്ധതിയും പൈപ്പ് ലൈനുകളും ഞങ്ങൾ ഈ വാർഡിൽ അഭിമാനമായി സ്ഥാപിച്ചതെന്ന് പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞങ്ങൾ കോൺഗ്രസ്സുകാരായി വോട്ട് ചോദിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ചെല്ലുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾക്ക് മാറ്റം വരുത്താതെ എന്നും സത്യസന്ധമായി നേരിന്റെ വഴിയെ ദൈവീകരുടെ വഴിയെ പോകുന്നു. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ തുടങ്ങിയ രോഹിണി ഫെസ്റ്റിന് അനുവദിച്ചിരുന്ന പഞ്ചായത്തിന്റെ ധനസഹായം ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിക്കോ ക്ഷേത്രത്തിലെ ഫെസ്റ്റിവൽ നടത്തുന്ന ആ കമ്മിറ്റിക്കോ കിട്ടിയില്ല എന്നുള്ളത് അതീവ ഖേദകരമാണ്. ഞങ്ങളുടെ ജനപ്രതിനിധികൾ അത് തുടങ്ങിയതാണ്. അത് വീണ്ടും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വസ്തുതയും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ തന്ന ആ പിന്തുണയും സഹായവും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർക്ക് വീണ്ടും ജനപ്രതിനിധികളായി മത്സരിക്കുന്ന രുക്മിണി പ്രകാശിനെ കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹോ. UDF പ്രതിനിധികൾ തുടങ്ങിവെച്ചതും പൂർത്തീകരിച്ചതുമായ പല വികസന പ്രവർത്തനങ്ങളും നവീകരിക്കേണ്ടതുണ്ടെന്ന് രുക്മിണി പ്രകാശ് ഓർമ്മിപ്പിക്കുന്നു. രോഹിണി ഫെസ്റ്റിന് പഞ്ചായത്ത് ഫണ്ട് തുടർച്ചയായി അനുവദിപ്പിച്ചിട്ടുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ 5 വർഷമായി രോഹിണി ഫെസ്റ്റിന് പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. താൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തൻ്റെ ഓണറേറിയം ഉപയോഗപ്പെടുത്തി വാർഡിലെ പുതിയ തലമുറയുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു കളിസ്ഥലം നിർമ്മിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയും വാഗ്ദാന പെരുമഴകൾ ഒത്തിരി ഉണ്ടായിട്ടും ഇന്നും ജീർണാവസ്ഥയിലുള്ള ഉഗ്രംകുന്ന് വായനശാലയ്ക്ക് MP ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം നടത്തുകയും ചെയ്യും എന്ന് രുക്മിണി പ്രകാശ് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വീണ്ടും ഈ വാർഡിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈയടയാളത്തിൽ മത്സരിക്കുന്ന എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ അംഗീകാരം നൽകി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.